അതെയോ ഇഷ്ടം പറയാൻ പറ്റൂല ഏട്ടാ. ആ ഹാന വലിയ കിരിങ്ങിട്ടെ തിന്നതേ ദഹിക്കാൻ കുറച്ച് സമയം എടുക്കും. അവന്റെ കയ്യിൽ എന്താ ഒരു ബാഗൊക്കെ? അത് കുഴിപ്പുറത്തുനിന്ന് എന്ത് സാധനങ്ങളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് സാധനം? എന്താടാ കയ്യില്? ആ അമ്മ, ഇത് എന്റെ കുറച്ച് സാധനങ്ങളാ. എന്ത് സാധനം? കുറച്ച് സാധനങ്ങള് എല്ലാം നീ പെറുക്കിയെടുത്തിട്ടല്ലേ വന്ന അവിടുന്ന്? ഇത് ഞാൻ കുറച്ച് മറന്നു വെച്ച സാധനങ്ങളാ. ഇന്നലെ ഓർത്തെ, അതുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങ് എടുത്തെ. എന്ത് മറന്നു വെച്ച സാധനാന്ന് ചോദിച്ചേ? ഒന്നുമില്ല അമ്മ, എന്റെ കുറച്ച് സാധനങ്ങളാന്ന്. എന്തൊക്കെ അറിയണം അമ്മയ്ക്ക്? പിന്നെ ഞാനല്ല, പിന്നെ ആര് ചോദിക്കാനാ ഇതൊക്കെ? കുഴിപ്പുള്ളത്തച്ഛൻ എന്തേ? കുഴിപ്പുള്ളത്തച്ഛൻ കുഴിപ്പുള്ളത്തന്നെ ഉണ്ട്. അവിടെ സൂപ്പർവിഷന് നിന്നു. അവിടെ ജോലിക്കാരുടെ നിൽക്കുക? അതെ. അപ്പൊ ഇന്നും അവിടെ പണി നടക്കത്തില്ല. എന്നിട്ട് ചെയ്തമ്മ അങ്ങനെ പറഞ്ഞേ? സംസാര ഉപദേശം മാത്രല്ലേ നടക്കുള്ളൂ, അവിടെ പണി വല്ലതും മര്യാദയ്ക്ക് നടക്കുവോ? അപ്പൊ ഇന്നും കണക്കാ അവിടുത്തെ പണി. നീ വല്ലതും കഴിച്ചായിരുന്നാ? ഇല്ല സീതാമ്മ, ഒന്നും പറയണ്ട, ഒന്നും കഴിച്ചില്ല. എടാ, നീ കൊച്ചിനൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ? ഇല്ലമ്മ, കൊച്ചിനെ ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല. എന്ത് സ്വഭാവമാണ് എന്റെ സിദ്ധു. പിള്ളേരെ കൂടെ കൊണ്ടുപോയിട്ട് വല്ലതൊക്കെ വാങ്ങിച്ചു കൊടുക്കാതെ മോശമല്ലേ ഇത്? വാ മക്കളിങ്ങി വാ, അമ്മ എടുത്തു തരാം. ഈ അളിയ എങ്ങനെയാ സീതാമ്മ ഒരു പച്ച വെള്ളം മേടിച്ചില്ല പാറൂടെ? 8 പൊറോട്ടയും 2 ബീഫ് ഫ്രൈയും കഴിച്ചിട്ടാ ഇനി പറഞ്ഞു പോയെ. 8 പൊറോട്ടയാ കൊടുക്കണം. എടാ, എനിക്ക് മനസ്സിലായെന്ന്. നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എത്രയെന്നും പറയണ ഞാൻ കേട്ടോണ്ടിരിക്കുക. ഞാനിപ്പോ വീട്ടിൽ എത്തിയുള്ളൂ, കുറച്ചു നേരം കഴിഞ്ഞ് തിരിച്ചു വിളിച്ചാ പോരെ? ഞാൻ വിളിക്കാടാ. ചായ. ചായ? ചായ. താങ്ക് യു. യു വെൽക്കം. ഈ ഡ്രസ് എടുക്കാനാ കുഴിപ്പുറത്ത് പോയത്? ലജുസേ, വീട്ടില് പണി നടക്കുവാണല്ലോ. അപ്പൊ പണി നടക്കുന്ന കാരണം പൊടിയൊക്കെ വീണ് ഡ്രസ്സൊക്കെ അലമ്പാവണ്ടെന്ന് ഓർത്ത് ഞാൻ ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. പിന്നെ ഈ ഡയറി എടുത്തു, കുറെ കാര്യങ്ങളുള്ള ഡയറിയാ. അയ്യോ, ഇമ്പോർട്ടന്റ് കോള. വരവേ. ഹലോ. ബാഗ് അടിച്ചു മാറ്റായിരുന്നു. ഇതിപ്പോ എവിടെ നിന്ന്? ടോയ്സ് ഉണ്ടോന്നാ? നീ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടോയ്സ് കൊണ്ടുവരെ? പറഞ്ഞിട്ടുണ്ടായിരുന്ന? അപ്പൊ അതിനകത്തുണ്ടാവും, നോക്ക്. മൊത്തം അങ്ങ് വലിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ അച്ഛനെ ഒന്ന് കിട്ടുവേ. കുളിക്കോ? അപ്പൊ പിന്നെ ഇല്ല. അച്ഛൻ പുറത്ത് കണ്ടു പോയി പറഞ്ഞിട്ട് എന്റെ അടുത്ത് തീരുമാനായി. ഡയറി കൊറേ കണക്കുണ്ടല്ലോ. കാശൊക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കടം കൊടുക്കുവാണോ എല്ലാവർക്കും? പ്രിയപ്പെട്ട നിനക്ക്. പ്രിയപ്പെട്ട നിനക്ക് എനിക്കാണോ? ഓ, പ്രേമലേഖനം. പ്രിയപ്പെട്ട നിനക്ക്, നിന്നെ ഇന്നലെ കാണാൻ കഴിയാതെ ആയപ്പോൾ ഞാൻ ആകാശത്തെ മഴവില്ല് നോക്കി കുറെ നേരം ഇരുന്നു. ആ നിറങ്ങളെ എല്ലാം കാണുമ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വരും. ഒരു മഴ പെയ്യുമ്പോൾ ഞാൻ നിന്നെ ഓർക്കും. ഒരു കാറ്റ് വീശുമ്പോൾ ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്നെ ഓർക്കാത്ത സമയം എന്റെ ജീവിതത്തിലില്ല എന്ന് ഇതൾ. ഇതളാ? ഏതിതള്? പഴയ പേപ്പർ. എന്റെ ഇട ഒന്ന് ഫോൺ വെക്കി, ഇങ്ങനെ വെറുപ്പിക്കല്ലേ. ഞാൻ കുറച്ചൊക്കെ കേട്ട് എന്താണ് വിളിക്കാം.
ഒന്നും പറയണ്ട, ആ കിഴങ്ങൻ ജിഷു കിടന്ന് വിളിച്ചോണ്ടിരുന്നു. ആണല്ലേ? പിന്നെ ഇതെന്താ ഇത് വലിച്ചു വരട്ടേക്കുന്നേ? അത് നിങ്ങളുടെ മോളുടെ പണിയാ. കല്ലൂസാ വലിച്ചു വരട്ട് പോയി. ചെറിയൊരു അബദ്ധം പറ്റി. കല്ലൂസേ കുഴിപ്പുറത്തുനിന്ന് അവളുടെ ടോയ്സ് മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞായിരുന്നു, ഞാനത് മറന്നു. മറക്കുമല്ലോ. അല്ല തിരക്കാണല്ലോ മൊത്തത്തിലേ. അതവിടെ വെച്ചോ, ഞാൻ വെച്ചോളാം. എടുത്തു വെച്ചോളോ? കല്ലൂസ് എങ്ങോട്ടാ പോയെ? അവള് പുറത്തുണ്ടാവും. നോക്കട്ടെ. ചേട്ടാ ഇങ്ങോട്ട് വന്നേ. കാര്യം പറയടി. വാങ്ങ ചേട്ടാ. ദേ എന്തുവാ അത് നോക്ക്. കൊറേ നേരമായിട്ട് അവിടെ വന്നിരിക്കുക, എന്നിട്ട് ചിരിക്കാൻ കരയൊക്കെ ചെയ്തു. എന്തുവായിരിക്കും കാര്യം? ഞാൻ പോയി നോക്കാം, നീ ഇങ്ങോട്ടില്ലേ? എന്റെ ചേട്ടാ എനിക്കും കൂടെ കാര്യം അറിയണം ചേട്ടാ. നീ പറയണ്ട, ചെല്ലി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറയാം. അത്ര കാര്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഓടോടോടോടോടോ പറയണേ. ഓ ഓ ഓ ഓ. പ്രിയപ്പെട്ട എന്റെ സ്നേഹത്തിന്, ഇന്നലെ നിന്റെ കൂടെ നടക്കാൻ വന്നപ്പോൾ ഞാൻ കരുതിയില്ല എന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിരിക്കും എന്നത്. എങ്ങനെയാണ് നിനക്കിങ്ങനെ മിണ്ടാൻ പറ്റുന്നത്? മിണ്ടി മിണ്ടി എന്റെ ഹൃദയത്തെ പ്രണയം കൊണ്ട് നിറയ്ക്കാൻ പറ്റുന്നത്? പ്രിയപ്പെട്ടവനെ, നിന്നെ നോട്ടം എന്റെ നെഞ്ചു കീറി പൊളിക്കുന്നു. നിന്റെ സംസാരം കേൾക്കാൻ എന്ത് മധുരമാണെന്നറിയുമോ? നിന്റെ ചലനങ്ങൾ പോലും മനോഹരമാണ്. നിന്റെ ശബ്ദം എന്നിൽ അലയടിക്കുന്നു. ചേച്ചി എന്ത് പറ്റി? നിന്റെ അളിയനുണ്ടല്ലോ, ഓ അയാള് മനുഷ്യനല്ലടാ. അയാളെ മാനത്തുനിന്ന് പൊട്ടി വീണ ഗന്ധർവനാണ്, ഗന്ധർവൻ. ചേച്ചി പറഞ്ഞൊന്നും എനിക്ക് കൊണ്ട് ക്ലിയർ ആയല്ലോ, ഒന്ന് തെളിച്ചു പറയാവോ? ഇതൊക്കെ എന്താന്നറിയോ? എന്താ? അവന് കിട്ടിയ പ്രേമലേഖനങ്ങളാ. പറയോ? ഒരാളുടെ അടുത്തുനിന്നാ? അല്ല, പല പല ആൾക്കാരെടുത്തതാ. ഇവനിത് കുഴിപ്പഴത്ത് പോയി എടുത്തോണ്ട് വന്ന എന്തിനാന്നറിയോ? എന്തിനാ? അവനിതൊക്കെ ഇതുപോലെ സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട്. ചേച്ചി ഓർമ്മകള് നല്ലതല്ലേ? ആർക്കും ഉപദ്രവമില്ലാത്ത ഓർമ്മകൾ വെച്ചോണ്ടിരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്റെ മാത്രം നിനക്ക് മഴ നിർത്താതെ പെയ്യുകയായിരുന്നു. ഇവിടുത്തെ ഇറയത്തു നിന്ന് ഓരോരോ മഴത്തുള്ളിയും എന്റെ കൈകളിലേക്ക് ഇറ്റിറ്റ് വീഴുമ്പോൾ നീ ആദ്യമായി എന്നെ തൊട്ട നിമിഷം എനിക്ക് ഓർമ്മ വരുന്നു. അതുപോലെ ഒരു നിമിഷം ഇനി എന്ന് എന്നിൽ പൂക്കും. ആ പൂക്കാലത്തിനായി ഞാൻ കാത്തിരിക്കുന്നു എന്ന് സ്വന്തം മഴ. എന്തൊരു തേങ്ങയാണ്? വിഷയം മഴയല്ലേ? അപ്പൊ പെണ്ണിന്റെ പേര് മഴയെന്നായിരിക്കും. എന്തിനാ പറയണേ? അങ്ങനെ നിന്റെ പേരൊന്നൊന്നുമില്ല. മഴ, വെയില്, ഇല, ശബ്ദം, വേനൽ, കാറ്റത്തൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്നത് ആണോ? എടാ സിദ്ധൂര്, ഞാൻ എന്തോരം ലവ് ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ടടാ. എന്നിട്ട് ഒരെണ്ണം പോലെ എനിക്ക് ഇങ്ങോട്ട് അതില്ല. ചേച്ചി അളിയൊരു റൊമാൻറ്റിക് കില്ലാടി തന്നെ കേട്ടാ. ഐ മീൻ ചില പേരൊക്കെ എല്ലാവർക്കും ഓരോന്നോരോന്ന് ഇട്ടേക്കുന്നോണ്ട് പറഞ്ഞതേ ഉള്ളൂ.
അവൻ ഇത്രയും കത്തുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചു വെക്കാത്ത വേറെ എന്തോരം കത്തുകൾ ഉണ്ടാവും. അൺലിമിറ്റഡ് കൊറേ കാണും. ഇതിനെക്കാളെ മറുപടി എഴുതി കാണൂല്ലേ? എനിക്ക് വയ്യ. എന്നാലും ഇത്രയും കാമുകിമാരുണ്ടായിരുന്ന ഒരുത്തനെയാണോ ദൈവമേ നീ എന്റെ തലയിൽ കെട്ടി വെച്ചത്? ഇപ്പൊ കാമുകിമാരുണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ടെന്നത് ആർക്കറിയാം.